കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തതിൽ പ്രശ്നങ്ങളിൽ കൂടുതലും സ്ത്രീകളുടെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അതേപോലെ തന്നെ അത്രത്തോളം തന്നെ പുരുഷന്മാർക്കും പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും പുരുഷ വന്ധ്യതയെ കുറിച്ച് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മറ്റ് മാത്രം. എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ സ്ത്രീകളുടെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ചില പുരുഷന്മാരുടെ കൗണ്ട് ചെക്ക് ചെയ്യാനാണ് ആദ്യം പറയാം. സെമൻ അനാലിസിസ് ചെയ്യാൻ പറയും. സെമൻ അനാലിസിൽ നമ്മൾ സാധാരണ നോക്കുന്നത് അതിൻ്റെ കൗണ്ട്, മോട്ടിലിറ്റി, മോർഫോളജി ഒക്കെയാണ് നോക്കുക. ഇതിൽ ചെയ്യുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഏകദേശം ആ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ എത്രത്തോളം അതിൻ്റെ കൗണ്ട് കുറവാണ്, മോട്ടിലിറ്റി കുറവാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാനിവിടെ നിന്ന് പറയാൻ ജസ്റ്റ് ഒരു മിനിറ്റ് പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ഒട്ടും ബീജമില്ലാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ട്. സീറോ അല്ലെങ്കിൽ ആസോസ്പെർമിയ എന്ന് പറയുന്ന ബീജമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ചില ഹോർമോൺ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതൊക്കെ നോർമലാണെങ്കിൽ ബീജം ഇപ്പോൾ നമ്മൾ ടെസ്റ്റിസിൻ്റെ ഒരു സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കി കാര്യമായിട്ട് പ്രശ്നങ്ങളാണ്, ഇതിലൊന്നും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിലുള്ള ഒരു ടെസ്റ്റാണ് ബീജം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റിസിൽ നിന്ന് വൃഷണത്തിൽ നിന്ന് കുത്തിയെടുക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ അറിയാം അവൻ്റെ കൗണ്ട് കുറവാണെങ്കിൽ പുറകോട്ട് പോയിട്ട് ലാസ്റ്റ് സ്ത്രീക്ക് ഒരു 30-35 കഴിയുമ്പോഴൊക്കെ എന്നാൽ പിന്നെ ചെക്ക് ചെയ്ത് നോക്കാം, IVF പോകാം. അപ്പോഴേക്കും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫീമെയിലിൻ്റെ എഗ്ഗിൻ്റെ അണ്ടത്തിൽ